സാധാരണ ആരോഗ്യ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെടുന്ന പതിവില്ല. ഇത്തവണ പോലീസ് അതിനെ നേരിട്ടുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം, നന്നായിട്ട് നടക്കട്ടെ. കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഭരണം നടക്കുകയാണ്. ഇരട്ടച്ചങ്കന്മാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ഇരട്ടത്തോക്ക് വെടിവെപ്പുകളും ഉണ്ടാവും. പോലീസിനെ വിട്ട് രോഗത്തെ തകർക്കാനുള്ള അതിശക്തമായിട്ടുള്ള മരുന്നുമായിട്ടാണ് സർക്കാർ മുന്നേറുന്നത്. എന്നാലും ഒരു ചെറിയ ചോദ്യം അതിനിടയിൽ വരുന്നുണ്ട്. ഈ പാട്ടിൽ പറയുന്ന സംഗതി, അതായത് പോറ്റിയെ കയറ്റിയപ്പോൾ ശബരിമല സ്വർണം ആവിയായിപ്പോയി എന്നുള്ളത്, അത് കുഞ്ഞബ്ദുള്ളയുടെ കണ്ടുപിടുത്തമാണോ? സത്യത്തിൽ അത് കണ്ടുപിടിച്ചത് കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരാണ് പറഞ്ഞത് അവിടെ കണ്ട സ്വർണം ചെമ്പായി മാറി. അതുപോലെ തന്നെ സ്വർണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സ്വർണം പിന്നെ തിരിച്ച് അമേരിക്കയിലും യൂറോപ്പിലും എത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാരാ? അത് പറഞ്ഞിരിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ വളരെ പ്രവീണന്മാരായ ജഡ്ജിമാരാണ്. അങ്ങനെ ഉണ്ടെന്ന് പറയുക മാത്രമല്ല, അങ്ങനെ കണ്ടെത്തിയിട്ട് അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കോടതിയിലേക്ക് ഇത് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ പാട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് ചൊറി ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് കേസെടുക്കേണ്ടത് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കെതിരെ ആവേണ്ടേ എന്നൊരു ചോദ്യം സാധാരണയിൽ ഉദിക്കാനിടയുണ്ട്. പക്ഷേ കഥയിൽ ചോദ്യമില്ല. ഈ കേരള നാട്ടിൽ ഇന്ന് ചോദ്യങ്ങൾ അധികം ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് പാട്ടിനെതിരെ ജാഗ്രത പാലിക്കുക. പാട്ട് വളരെ ആപൽക്കരമായിട്ടുള്ളതാണ്. പാട്ട് കേൾക്കാതിരുന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. നമസ്കാരം.